കാനാൻഡേഷൻ സീസൺ 2 മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഏറെ സ്നേഹത്തോടെ സ്വാഗതം. ഒരിക്കൽ ഒരു സന്യാസി നിരന്തരം തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം ദൈവം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സന്യാസിയോട് ചോദിച്ചു, എന്ത് വരമാണ് ഞാൻ നിനക്ക് നൽകേണ്ടത്? ഇതിന് ഉത്തരമായി സന്യാസി പറഞ്ഞത്, എനിക്ക് വലിയൊരു പണക്കാരനാകണം എന്നാണ്. ഇതിനുത്തരമായി ദൈവം സന്യാസിയോട് പറഞ്ഞത്, നിന്റെ കൂട്ടുകാരൻ ബാബു എന്നാണോ പണക്കാരനാകുന്നത്, അതിന്റെ പിറ്റേ ദിവസം നീയും പണക്കാരനാകും. ഇത് കേട്ട സന്യാസി അന്നു മുതൽ തന്റെ കൂട്ടുകാരന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഇതൊരു ചെറിയ കഥയാണ്. എന്നാൽ നാം നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ ഈ ഒരു മനോഭാവം മാറ്റിവെച്ചുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. കാരണം ഓരോ പ്രാവശ്യവും നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അനുഗ്രഹിക്കപ്പെടുന്നത് നാം ഓരോരുത്തരുമാണ്. ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് കാനാൻഡേഷൻ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ ആരംഭിക്കാം. അതിനു മുൻപായി വെൽക്കം ചെയ്യണം നമ്മുടെ ക്വിസ് മാസ്റ്ററെ. സോ ഐ ഹാർട്ട്ലി വെൽക്കം അവർ ക്വിസ് മാസ്റ്റർ ഡോക്ടർ ഡൊണാൾഡ്. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. കാനാൻഡേശം സീസൺ 2 ബൈബിൾ റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് കുരിശിന്റെ ചുവട്ടിലിരുന്ന് വചനത്തിനായി, വചനത്തിന്റെ നിറവിനായി കാതോർക്കാം. കാനാൻഡേശം സീസൺ 2 അതിന്റെ യാത്ര തുടരുകയാണ്. ഒത്തിരി സ്നേഹത്തോടെ വെൽക്കം ചെയ്യാം നമ്മുടെ ഇന്നത്തെ കണ്ടസ്റ്റന്റ് മിസസ് റോസമ്മ സെബാസ്റ്റ്യൻ ഫ്രം വണ്ടംപതാൽ. മുണ്ടക്കയത്തിനടുത്തുള്ള വണ്ടൻപതാൽ എന്ന സ്ഥലത്തു നിന്നും വന്നിരിക്കുന്ന റോസമ്മ സെബാസ്റ്റ്യൻ ആണ് ഇന്നത്തെ നമ്മുടെ കണ്ടസ്റ്റന്റ്. ഒത്തിരിയധികം ജീവിതാനുഭവങ്ങളുള്ള ഒരമ്മച്ചിയാണ്. അമ്മച്ചിയുടെ വിശേഷങ്ങൾ അറിയാം, അനുഭവങ്ങൾ കേൾക്കാം, ഒപ്പം മത്സരത്തിലേക്ക് കടക്കാം. അമ്മച്ചി, കാനാൻഡേശം സീസൺ 2 സ്വാഗതം. വണ്ടംപതാലിൽ നിന്ന് വരുന്നു. നിങ്ങളുടെ പള്ളി അത് തന്നെയാണ്, വണ്ടംപതാൽ ചർച്ചാണല്ലേ? സെന്റ് പോൾസ്. ആരാണ് അവിടുത്തെ വികാരിയച്ഛൻ? സെബാസ്റ്റ്യൻ ഉള്ളാട്ട്. ഓക്കെ. അമ്മച്ചി ജനിച്ചു വളർന്നതെല്ലാം മുണ്ടക്കയമാണോ, വണ്ടംപതാലാണോ? മുണ്ടക്കയം. വീട് ആരൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ ഒന്ന് പറയൂ. അമ്മയും 4 ആങ്ങളമാരും ഞങ്ങള് 3 പെങ്ങന്മാർ. എന്റെ മൂത്ത ചേട്ടത്തി അനിയത്തിയാണ്. മൂത്ത ചേട്ടത്തി അനിയത്തിയാണ്. 7 പേര്. 7 പേരായിരുന്നു ഫാമിലി. എല്ലാരും ഉണ്ടോ ഇപ്പൊ? ഇല്ല, ചേട്ടത്തി മരിച്ചുപോയി, ബാക്കി എല്ലാവരും ഉണ്ട്. ഓക്കെ.
ഇപ്പോൾ ഫാമിലി ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു പറഞ്ഞോളൂ. ഹസ്ബൻഡ് ഇപ്പം ജോലിയിലൊന്നുമില്ല. നേരത്തെ സൂപ്പർവൈസർ ജോലി നോക്കുമായിരുന്നു. ഇപ്പം പ്രായമായി പിന്നെ ഹാർട്ടിന് പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ദൈവശുശ്രൂഷ ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ഉണ്ട്. ഓക്കെ. എവിടെയാണ്? ചർച്ചിൽ തന്നെയാണോ അതോ? എല്ലായിടത്തും. ഞങ്ങളുടെ രണ്ടുപേരെ ജോലി എന്ന് പറഞ്ഞാൽ ആദ്യമേ ഞങ്ങൾ തുടങ്ങിയത് ഞാൻ നവീകരണത്തിൽ വന്നപ്പം പിന്നെ എന്നെ നവീകരണത്തിലേക്ക് കൊണ്ടുവന്ന് എന്റെ ഹസ്ബൻഡിന്റെ ഒരു ആഗ്രഹത്തിൽ വന്നു കഴിഞ്ഞ് അബ്രഹാം കടിക്കുജയച്ചനാണ് എന്നെ ഇത് കൈ പിടിച്ച് നടത്തിയത്. ആദ്യം ഇടവക കൂടി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം അച്ഛനാണ് ആദ്യം ഇടവകയിലോട്ട് വികാരിയായിട്ട് വരുന്നത്. അബ്രഹാം കടിക്കുജയച്ചൻ അച്ഛൻ വന്നു കഴിഞ്ഞപ്പം പിന്നെ ഇങ്ങനെ ഞങ്ങള് പള്ളിയിൽ പ്രാർത്ഥിക്കുന്ന ആദ്യമായിട്ട് പഠനജ്ഞാനം ധ്യാനമന്ദിരത്തിൽ എന്നെ ധ്യാനത്തിന് വിട്ടത് അച്ഛനാണ്. ഞാൻ ധ്യാനം കൂടിക്കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞ് എന്റെ ഹസ്ബൻഡ് കൂടിക്കഴിഞ്ഞ് പിന്നെ അച്ഛനെയും കൊണ്ടുവന്നു. അച്ഛനും വന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങള് അവിടുന്ന് അന്ന് പെരുവന്താനത്തിനടുത്ത് മേലെ താമസിക്കും. അവിടെ വിറ്റേച്ച് മണ്ടമ്പതാലി വന്നത്. മണ്ടമ്പതാലി വരുമ്പം ഞങ്ങളിങ്ങനെ അവിടെ നവീകരണം അങ്ങനെ ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങളായിട്ട് തുടങ്ങി വീടുകളിൽ പ്രാർത്ഥിക്കാനും പിന്നെ ഞങ്ങളുടെ ശാലം മാസിക ശാലം പേപ്പർ വചനോത്സവം ഞങ്ങൾക്ക് വീടുകളിൽ എത്തിച്ചു കൊടുക്കാനും അതാണ് ഇപ്പം ചെയ്യുന്നത്. അതിന് മുമ്പേ ഞങ്ങളെ അരി പിരിച്ചെടുത്ത് വീടുകൾ കണ്ടുകൊണ്ട് ഈ ശൃംഖലയില് അവിടെ ആശ്രമത്തിൽ കൊടുക്കുമായിരുന്നു. പിന്നെ പൊതിച്ചോറ് കെട്ടി ഞാനൊരു 10 പൊതിയിലും അങ്ങനെ വീടുകളിൽ കൊടുത്തു. എന്റെ ഹസ്ബൻഡും കൂടെ കൂടി വേറെ കുറച്ച് 3-4 സ്നേഹിതരുണ്ട്. അവരുടെ കൂടി ആശുപത്രികളിലും ഇങ്ങനെ ഓരോരുത്തോടെ കൊടുക്കുമായിരുന്നു. അപ്പം അതാണ് യഥാർത്ഥ സുവിശേഷം. പിന്നെ ഇപ്പൊ ചെയ്യുന്നത് ഞാന് പാമ്പാടി എട്ടാമയില് അവിടുത്തെ കൗൺസിലറാണ്. ഞാൻ അതിലേക്ക് വരാം. അമ്മച്ചിയുടെ ഒത്തിരി വിശേഷങ്ങൾ കേൾക്കാനുണ്ട്. നമ്മൾ മത്സരത്തിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം റെഡിയല്ലേ? റെഡിയാ. കാനാൻ ദേശം സീസൺ 2 ദ ഫസ്റ്റ് റൗണ്ട് സിൽവർ റൗണ്ട്. ഇതിന്റെ നിയമാവലികളൊക്കെ അറിയാമോ അമ്മച്ചിക്ക്? സിൽവർ റൗണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം. 4 ചോദ്യങ്ങളായിരിക്കും. 4 ചോദ്യങ്ങൾക്ക് മുമ്പിലുള്ള സ്ക്രീനിൽ അമ്മച്ചിക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. ഓരോ ചോദ്യത്തിനും 10 പോയിന്റ്സ് ആണ് ലഭിക്കുക. അടുത്തടുത്ത 2 ചോദ്യത്തിന് ആൻസർ തെറ്റിയാൽ 10 പോയിന്റ്സ് മൈനസ് ആവും. മറിച്ച് 4 ചോദ്യത്തിനും കറക്റ്റായിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ 10 പോയിന്റ്സ് ബോണസ് കിട്ടും. അങ്ങനെ ടോട്ടൽ 50 പോയിന്റ് കരസ്ഥമാക്കാം ഈ ഒറ്റ റൗണ്ടിൽ. പോട്ടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക്. കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ റോസമ്മ സെബാസ്റ്റ്യനുള്ള ആദ്യത്തെ ചോദ്യം. തന്റെ സഹോദരന്മാരെ പരീക്ഷിക്കാനായി ആരുടെ ചാക്കിനകത്ത് വെള്ളിക്കപ്പ് വയ്ക്കണമെന്നാണ് ജോസഫ് കാരിസ്തനോട് പറഞ്ഞത്? എന്നോട് ചോദിക്കാം. തന്റെ സഹോദരന്മാരെ പരീക്ഷിക്കാനായി ആരുടെ ചാക്കിനകത്ത് വെള്ളിക്കപ്പ് വയ്ക്കണമെന്നാണ് ജോസഫ് കാരിസ്തനോട് പറഞ്ഞത്? ഓപ്ഷൻ എ റൂബന്റെ, ഓപ്ഷൻ ബി ബെഞ്ചമിന്റെ, ഓപ്ഷൻ സി യൂദയായുടെ, ഓപ്ഷൻ ഡി ഗാദിന്റെ. ഡി ബെഞ്ചമിൻ. ലോക്ക് ചെയ്ത്. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി ബെഞ്ചമിൻ. ഉറപ്പാണോ അമ്മച്ചി? വായിച്ച പോലെ തോന്നുന്നു. ചോദിക്കാം നമുക്ക്. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ ബി ബെഞ്ചമിന്റെ റൈറ്റ് ആൻസർ. നല്ല തുടക്കം. അപ്പോൾ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. ടെൻഷനൊക്കെ മാറി അല്ലേ? ടെൻഷനില്ല. എന്തേലും തന്നെ അത് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നുള്ളൂ. അത് ഞാൻ വാങ്ങിക്കും. കൊള്ളാം. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അമ്മച്ചിയുടെ സുവിശേഷ പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞു. ഒത്തിരി പാവങ്ങൾക്ക് ചോറ് എത്തിച്ചു കൊടുക്കുന്നു. അപ്പൊ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കളെ 4 പേര്, 3 ആണും മകളുടെ ഒരു മകളെ. ഓക്കെ, 3 ആണും ഒരു മകളും. മകന് അടുത്തുണ്ട്. പിന്നെ അവന് ബിസിനസ് ഈ ഫർണിച്ചർ പണിതിരിക്കുക. മുണ്ടക്കയത്ത് കടയുണ്ട്. അവന് 3 മക്കളെ. ഒരാള് സ്കൂളിൽ പഠിപ്പിക്കുന്നു, 2 പേര് പഠിച്ചുകൊണ്ടിരിക്കും. രണ്ടാമത്തെ മകള്. അതിന്റെ ഇംഗ്ലണ്ടിലാ ഭാര്യയും ഭർത്താവും പിള്ളേരും. ഇംഗ്ലണ്ടിലാണ്. അവന് ജോലിയുണ്ട്, അവർക്ക് ജോലിയിലായില്ല. പിന്നെ ഇളയവന് ഹൈദരാബാദില്. അവന് കല്യാണം കഴിച്ചൊരു കൊച്ചുണ്ട്. അവർ 2 പേരും അവിടെ. അവൻ ഇന്ത്യക്കാരനാണ്. അവർക്ക് അമേരിക്കൻ കമ്പനി ജോലിയാ. എല്ലാരും സെറ്റിലായി. ഞങ്ങൾ സൂക്ഷിക്കുന്നു. ഞങ്ങൾ 2 പേരും
അല്ലേ? ദൈവ ശുശ്രൂഷ ചെയ്ത് സന്തോഷത്തോടെ ഇരിക്കുന്നു. ഒരു ദിവസം ആത്മാവിനെ രക്ഷപ്പെടുത്തുക, അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. ഒരു ആത്മാവിനെ രക്ഷിക്കുക. ഓക്കെ, അതിനുവേണ്ടിയാണ് ഓരോ ദിവസവും എണീക്കുന്നത്. പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ റോസമ്മ സെബാസ്റ്റ്യനുള്ള രണ്ടാമത്തെ ചോദ്യം. നിങ്ങൾ തീർച്ചയായും കേൾക്കും, എന്നാൽ മനസ്സിലാക്കുകയില്ല. നിങ്ങൾ തീർച്ചയായും കാണും, എന്നാൽ ഗ്രഹിക്കുകയില്ല. ഏത് പ്രവാചകനെ ഉദ്ധരിച്ചാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? നിങ്ങൾ തീർച്ചയായും കേൾക്കും, എന്നാൽ മനസ്സിലാക്കുകയില്ല. നിങ്ങൾ തീർച്ചയായും കാണും, എന്നാൽ ഗ്രഹിക്കുകയില്ല. ഏത് പ്രവാചകനെ ഉദ്ധരിച്ചാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? ഓപ്ഷൻ എ ഏശയ്യ, ഓപ്ഷൻ ബി ജെറമിയ, ഓപ്ഷൻ സി ഹോസിയ ആൻഡ് ഓപ്ഷൻ ഡി മിക്ക. ഓപ്ഷൻ എ ഏശയ്യ. ലോക്ക് ചെയ്യട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ഏശയ്യ. വേറെ ഓപ്ഷൻ ഒന്നുമില്ല, ഇതിൽ ഉറച്ചു നിൽക്കുകയാണ്. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ എ ഏശയ്യ റൈറ്റ് ആൻസർ. രണ്ടാമത്തെ ചോദ്യവും വളരെ കൂളായിട്ട് ഫേസ് ചെയ്തിരിക്കുകയാണ്. അമ്മച്ചി, നമുക്ക് കൂടെ വന്നിരിക്കുന്ന അമ്മച്ചിയുടെ ഫാമിലി ഒന്ന് പരിചയപ്പെട്ടിട്ട് തിരിച്ചു വരാം. എന്റെ പേര് സാന്ദ്ര. ഞാൻ എന്റെ ഗ്രാൻഡ് മദർ ഇത്. ഓക്കെ. ഞാൻ ഇപ്പൊ +1 പഠിക്കുന്നു, അച്ഛൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ. എവിടെയാണ് നമ്മള്? കാളകെട്ടി. കാളകെട്ടി. ഓക്കെ, ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. എന്റെ പേര് സാനിയ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സെന്റ് മേരീസ് DHS സ്കൂളിൽ പഠിക്കുന്നു. അവിടെ തന്നെ മോളുടെ കാഞ്ഞിരപ്പള്ളി. ഓക്കെ, തനിയെ കയ്യിൽ പിടിക്കും. ഞാൻ ചോദിച്ചു കഴിഞ്ഞില്ലല്ലോ. സ്കൂളിലെ ഫ്രണ്ട്സിനെ പറ്റിയൊക്കെ പറ. ആരാണ് ബെസ്റ്റ് ഫ്രണ്ട്? മെറിൻ. മെറിനുമായിട്ട് അടി കൂടുവോ? ഇല്ല, ഭയങ്കര സ്നേഹമാണ്. സ്കൂളിൽ വേറെ ഏതൊക്കെ ആക്ടിവിറ്റീസിലുണ്ട്? പഠനം മാത്രമല്ലാതെ. മോള് ഡാൻസ് ചെയ്യും? പിന്നെ പടമൊക്കെ വരയ്ക്കും. വല്യമ്മച്ചി ഒത്തിരി ഇഷ്ടമാണോ? നിങ്ങൾ കളിക്കൂട്ടുകാരെ പോലെയാണോ, അതോ വല്യമ്മച്ചി ഭയങ്കര ഗൗരവമാണോ വീട്ടില്? കളിക്കൂട്ടുകാരെ ആണോ? കഥയൊക്കെ പറഞ്ഞു തരുമോ വല്യമ്മച്ചി? ഇഷ്ടമാണ്. വല്യമ്മച്ചിക്ക് എത്ര മാർക്ക് കിട്ടണമെന്ന് ആഗ്രഹം? ഫുൾ മാർക്ക്. അതിനുവേണ്ടിയാണോ പ്രാർത്ഥിച്ചിരിക്കുന്നത്? ഓക്കെ. എവിടെയാണ് സൺഡേ സ്കൂളിൽ പഠിക്കുന്നത്? അവിടെ ഏത് ചർച്ചാണ്? സൺഡേ സ്കൂൾ സെന്റ് മേരീസ് പൊടിമറ്റം. അവിടെയും 5ാം ക്ലാസ്സിൽ തന്നെയാണോ? എങ്ങനെയുണ്ട് സൺഡേ സ്കൂൾ എക്സ്പീരിയൻസ്? നല്ലതാ. ഓക്കെ, ഇഷ്ടമാണ്. അവിടുത്തെ അച്ഛൻ ആരാണ്? ഡാർവിൻ അച്ഛൻ. ഓക്കെ, നമുക്ക് ചേച്ചിയുടെ അടുത്തേക്ക് ഒന്നുകൂടെ വരാം. ആദ്യം അപ്പച്ചനെ ഒന്ന് പരിചയപ്പെട്ടിട്ട്. ഓക്കെ. എന്റെ പേര് സെബാസ്റ്റ്യൻ വെട്ടിക്കൽ. ഓക്കെ, ഞാൻ റോസമ്മയുടെ ഹസ്ബൻഡാണ്. വണ്ടപ്പാലിൽ തന്നെ. വണ്ടപ്പാലില് ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല പറഞ്ഞു, അമ്മച്ചി പറഞ്ഞു. ഞാൻ ഇപ്പോൾ ദൈവ ശുശ്രൂഷ ചെയ്യുകയാണ്. ഏതാണ്ട് 530 പരം വചനോത്സവം വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ ശാലോം ഉണ്ടായിരുന്നു. 2 വർഷം മുമ്പ് എനിക്കൊരു ബ്ലോക്ക് ഉണ്ടായപ്പം ശാലോമിന്റെ ഏജൻസി വേറെ ആളെ ഏൽപ്പിക്കുക ചെയ്തത്. അപ്പൊ പിന്നെ ധ്യാനത്തിനൊക്കെ ആളുകളെ വിടുകയാണ്. 1989 ഈ നവീകരണത്തിൽ വന്നപ്പം മുതൽ എന്റെ പ്രധാന ഇത്. പിന്നെ മദ്യപാനികളെ ഈ മദ്യപാനം നിർത്തുന്നതിന് വേണ്ടി ആലുവ, കമ്പലക്കാട് തുടങ്ങിയ കേന്ദ്രങ്ങൾ ധ്യാനം കുറിക്കുക. ഇപ്പോഴും ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ആരോഗ്യസ്ഥിതി മോശമാണ് പോലും. മറ്റുള്ളവരെ ധ്യാനത്തിന് ഇപ്പോൾ വിട്ടുകൊണ്ടിരിക്കുന്നത് ബാമ്പാടി 8ാം മൈൽ ഗുഡ് ന്യൂസിലും പിന്നെ സാബു അറുതൊട്ടിയുടെ ധ്യാന കേന്ദ്രത്തിലുമാണ് അങ്ങോട്ട് ആൾക്കാരെ കൂടുതൽ ആൾക്കാരെ വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ അപ്പച്ചൻ ജോലിയൊന്നും ചെയ്യുന്നില്ല എന്നല്ല പറയേണ്ടത്. ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ജോലി ചെയ്യണ സമയമാണ് ഇപ്പോൾ, അല്ലേ? അതല്ലേ സത്യം? അതെ. അപ്പോൾ ഒത്തിരി സന്തോഷം. ഇനിയും കൂടുതൽ വിശേഷങ്ങൾ അറിയാം, അതിലേക്ക് വരാം.
അടുത്ത ചോദ്യത്തിലേക്ക് പോയിട്ട് വരാം. റെഡി? കനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ റോസമ്മ സെബാസ്റ്റ്യനുള്ള മൂന്നാമത്തെ ചോദ്യം. സാത്താനെ, നീ എന്റെ മുൻപിൽ നിന്ന് പോകൂ. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. ഏത് ശിഷ്യനോടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? ശ്രദ്ധിക്കാം. സാത്താനെ, നീ എന്റെ മുമ്പിൽ നിന്ന് പോകൂ. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. ഏത് ശിഷ്യനോടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? ഓപ്ഷൻ എ പത്രോസിനോട്, ഓപ്ഷൻ ബി യാക്കോബിനോട്, ഓപ്ഷൻ സി യോഹന്നാനോട്, ഓപ്ഷൻ ഡി യൂദാസ്. ആരോടായിരിക്കും? പത്രോസിനോട്. ഓപ്ഷൻ എ പത്രോസിനോട്. ഉറപ്പാണോ? ലോക്ക് ചെയ്യട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ എ പത്രോസിനോട്. അത് നമ്മൾ ലോക്ക് ചെയ്തു. എങ്കിലും ഞാൻ അവരോടും കൂടെ ചോദിക്കാം, അവർക്ക് വേറെ ഓപ്ഷൻസ് വല്ലതും ഉണ്ടോന്ന് അറിയാം നമുക്ക്. ആർക്കെങ്കിലും വേറെ ഓപ്ഷൻ ഉണ്ടോ? അപ്പച്ചൻ പത്രോസ്. ഓപ്ഷൻ എ പത്രോസ്. പത്രോസ്. മോക്ക് എന്തെങ്കിലും വേറെ അഭിപ്രായം? എ തന്നെ. അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞുകൊണ്ട് ഞാനും എയിൽ തന്നെ. വേറെ ഏതെങ്കിലും? അപ്പൊ എല്ലാവരും പത്രോസിലാണ്. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ എ പത്രോസിനോട്. മക്കൾക്കറിയാം വല്യമ്മച്ചി പറഞ്ഞതാണെന്നല്ലേ. മർക്കോസ് 8:33 ഈ ഭാഗം. അപ്പോൾ 3 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലൂടെ പോയാലോ? റെഡിയല്ലേ? കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ റോസമ്മ സെബാസ്റ്റ്യനുള്ള 4ാമത്തെ ചോദ്യം. കർത്താവിന്റെ ദഹനബലികളും അവിടുത്തെ അവകാശങ്ങളും ഓഹരിയായി ലഭിച്ചത് ഏത് ഗോത്രത്തിനായിരുന്നു? കർത്താവിന്റെ ദഹനബലികളും അവിടുത്തെ അവകാശങ്ങളും ഓഹരിയായി ലഭിച്ചത് ഏത് ഗോത്രത്തിനായിരുന്നു? ഓപ്ഷൻ എ യൂദാ ഗോത്രം, ഓപ്ഷൻ ബി ഗാദ് ഗോത്രം, ഓപ്ഷൻ സി ലേവി ഗോത്രം, ഓപ്ഷൻ ഡി ദാൻ ഗോത്രം. കർത്താവിന്റെ ദഹനബലികളും അവിടുത്തെ അവകാശങ്ങളും ഓഹരിയായി ലഭിച്ച ഗോത്രം. ഓപ്ഷൻ സി ലേവി ഗോത്രം. ഉറപ്പാണോ? കൂളാണ് അമ്മച്ചി. ഉറപ്പാണ്? സി. ഓപ്ഷൻ സി ലോക്ക് ചെയ്തേ. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ സി ലേവി ഗോത്രം. അമ്മച്ചി ഇത്ര ഉറപ്പ് പറയുന്ന സ്ഥിതിക്ക് ഇനി കമ്പ്യൂട്ടറോട് ചോദിക്കുക എന്നുള്ള ഒരു ഇത് മാത്രമേ എന്റെ മുമ്പിലുള്ളൂ. ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ സി ലേവി ഗോത്രം റൈറ്റ് ആൻസർ. സിൽവർ റൗണ്ടിലെ 4 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. റോസമ്മ സെബാസ്റ്റ്യന്റെ സ്കോർ അറിയാം പോയിന്റ് ബാങ്കിൽ. ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. കനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ റോസമ്മ സെബാസ്റ്റ്യനുള്ള പോയിന്റ്സ്. For the first question, 10 points. Second question, 10 points. And third question, 10 points. The last question, that is the silver questionum, 10 points. സിൽവർ റൗണ്ടിലെ 4 ക്വസ്റ്റ്യൻസും കറക്റ്റ് ആയതുകൊണ്ട് 10 പോയിന്റ്സ് ബോണസ് പോയിന്റ്സ് ലഭിക്കുന്നു. സിൽവർ റൗണ്ടിൽ റോസമ്മ സെബാസ്റ്റ്യൻ ലഭിക്കുന്ന ടോട്ടൽ പോയിന്റ്സ് 50 പോയിന്റ്സ്. 50 പോയിന്റ്സ് സിൽവർ റൗണ്ടിൽ. അതിലെ മാക്സിമം സ്കോർ. അവിടെ ഒരാളിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് വല്യമ്മച്ചിക്ക് ഫുൾ മാർക്ക് കിട്ടണമെന്ന്. കുഞ്ഞു പ്രാർത്ഥന. അപ്പോൾ ആ പ്രാർത്ഥനയോടെ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. റെഡിയല്ലേ? കാനാൻ ദേശം സീസൺ 2 ദ സെക്കൻഡ് റൗണ്ട്, ഗോൾഡൻ റൗണ്ട്. ഗോൾഡൻ റൗണ്ടിലും 4 ചോദ്യങ്ങളാണ്. 4 ചോദ്യങ്ങൾക്കും 10 പോയിന്റ്സ് വീതമാണ്. ഇവിടെ ഓപ്ഷൻസ് ഉണ്ടാവില്ല.
മറിച്ച് മുമ്പിലിരിക്കുന്ന ബൈബിൾ ലൈഫ് ലൈൻ നോക്കി ആൻസർ ചെയ്യാനുള്ള അവസരമുണ്ട്. അങ്ങനെ ആൻസർ ചെയ്യുകയാണെങ്കിൽ 5 പോയിന്റ്സ് മൈനസ് ആവും. മറിച്ച് ഇവിടെയും 4 ചോദ്യങ്ങൾക്കും റൈറ്റ് ആൻസർ ആണെങ്കിൽ 10 പോയിന്റ്സ് ബോണസ് ലഭിക്കും, 50 പോയിന്റ്സ് ലഭിക്കും. പോകാം. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ റോസമ്മ സെബാസ്റ്റ്യനുള്ള ആദ്യത്തെ ചോദ്യം. യൂദിത്ത് എന്ന പഴയ നിയമ ഗ്രന്ഥം എവിടെ വെച്ച് എഴുതപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്? യൂദിത്ത് എന്ന പഴയ നിയമ ഗ്രന്ഥം എവിടെ വെച്ച് എഴുതപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്? ഗോൾഡൻ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം. ആലോചിച്ച് ആൻസർ പറയാം. സമയം പറഞ്ഞോളൂ. പലസ്തീനയിൽ വെച്ച്. ഉറപ്പാണ്? ചോദിക്കട്ടെ? കമ്പ്യൂട്ടർ പ്ലീസ്. പലസ്തീനയിൽ വെച്ച് റൈറ്റ് ആൻസർ. വീണ്ടും അടുത്ത റൗണ്ടിലും സ്റ്റഡിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റോസമ്മ സെബാസ്റ്റ്യൻ. നമുക്ക് വീണ്ടും അവിടെ കുറച്ച് ആൾക്കാരെ കൂടെ പരിചയപ്പെടാനിരിക്കുന്നു. അമ്മച്ചിയുടെ പ്രിയപ്പെട്ട മകൾ പരിചയപ്പെടുത്തും. ഞാൻ അമ്മച്ചിയുടെ മകളാണ്. ജാക്കുലിൻ എന്നാണ് പേര്. ഞാൻ എരുമേലി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ്. ഓക്കെ, മക്കളാണല്ലോ ഇത് വന്നിരിക്കുന്നത്? രണ്ടുപേരും എന്റെ മക്കളാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു അവിടെ? ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? 2002 മുതൽ പഠിപ്പിക്കുന്നുണ്ട്. 2002 മുതൽ. ഏതാണ് സബ്ജക്ട്? സോഷ്യൽ സയൻസ്. ഓക്കെ, എങ്ങനെയുണ്ട് സ്കൂൾ എക്സ്പീരിയൻസ്? നല്ല അനുഭവമാണ്. കുട്ടികളെ ഈ കഴിഞ്ഞ ദിവസം ഒരു എപ്പിസോഡിൽ ഒരു ടീച്ചർ വന്നിരുന്നു. അപ്പൊ അവരോട് ചോദിച്ച ഒരു ചോദ്യം, അത് ഇപ്പോഴത്തെ ഇന്നത്തെ കാലത്തെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണോ, പഴയ കാലത്തെ കുട്ടികളെ കഴിഞ്ഞ് കുറച്ചുകൂടെ ടെക്നോളജി വൈസ് ഒക്കെ വളർന്നിട്ടുള്ള കുട്ടികളായതുകൊണ്ട് എന്തെങ്കിലും ടെക്നോളജി വെച്ച് വളർന്നു എന്നതിനേക്കാൾ ഉപരി പണ്ടൊക്കെ കുട്ടികള് ഏറെ ഉണ്ടായിരുന്നു വീട്ടില്. അവരോട് പെരുമാറുന്ന രീതിയിലല്ല ഇപ്പോൾ മാതാപിതാക്കള് കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത്. അതിനനുസരിച്ച് കൂടുതൽ സൗകര്യങ്ങളുണ്ട് കുട്ടികൾക്ക്. എല്ലാ സൗകര്യങ്ങളും ലഭിച്ച് വീട്ടിലൊരു രാജാവിനെ പോലെ അല്ലെ ഒരു രാജകുമാരനെ പോലെ വളരുന്ന കുട്ടികളാണ്. അപ്പൊ പഴയ രീതിയിൽ ടീച്ചേഴ്സ് പെരുമാറിയ രീതിയിൽ നമുക്ക് കുട്ടികളോട് പെരുമാറാനായിട്ട് പറ്റുകയില്ല. അവർക്കൊരു നല്ല ഫ്രണ്ടായിട്ട് തന്നെ കുട്ടികളെ കൈകാര്യം ചെയ്യണം. എന്നോട് എന്റെ അധ്യാപകർ പെരുമാറിയ രീതിയിൽ ഇപ്പോഴത്തെ കുട്ടികളോട് തീർച്ചയായിട്ടും പെരുമാറാനായിട്ട് സാധിക്കില്ല. മാറിയ കാലത്തിനനുസരിച്ച് നമ്മൾ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ചൂരലിന്റെ പരിസരത്തൂടെ വല്ലതും പോകാൻ പറ്റില്ല, പാടില്ല അല്ലേ? ഇല്ല, കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അതായത് കഴിഞ്ഞ ദിവസം ഒരു എപ്പിസോഡിൽ ടീച്ചർ പറഞ്ഞതുപോലെ എല്ലാ കുട്ടികളും മത്സരം, അതായത് പഠനം മാത്രം, അതായത് പഠിച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കണം എന്നുള്ള ഒരു പ്രഷർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ കുട്ടികളുടെ നാച്ചുറൽ ആയിട്ടുള്ള ടാലന്റ്സുകളിലേക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞു. സർഗ്ഗവാസനകൾ വളർത്താനും സാധ്യതകളുണ്ട്. ഇപ്പോൾ ഉണ്ട്, കലയ്ക്ക് വേണ്ടത്ര പ്രോത്സാഹനമുണ്ട്. അതുപോലെ സ്പോർട്സ്, അതിനൊക്കെയും സർക്കാരുകൾ മത്സരങ്ങളോ കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അല്ല, അതിലേക്ക് അതായത് കഴിവുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കാൻ സ്കൂളുകളിൽ പറ്റുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ. ഉണ്ട്. ഓക്കെ. അതിനായിട്ട് പ്രത്യേകം ടീച്ചേഴ്സ് ഇല്ലാത്തത്, പിന്നെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്, അതുകൊണ്ടൊക്കെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അധ്യാപകർക്ക് എനിക്ക് തോന്നുന്നു പഴയ കാലത്തതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ കൂടുതൽ ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. താങ്ക് യു ടീച്ചറെ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ റോസമ്മ സെബാസ്റ്റ്യനുള്ള രണ്ടാമത്തെ ചോദ്യം. വിശുദ്ധ ലൂക്ക തന്റെ സുവിശേഷം ആരംഭിക്കുന്നത് ആരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്? വിശുദ്ധ ലൂക്ക തന്റെ സുവിശേഷം ആരംഭിക്കുന്നത് ആരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്? പലസ്തീനായ വിജാതീയ ആൻസർ ഉറപ്പാണോ? വിജാതിയർക്ക് വേണ്ടിയിട്ട്.
ആരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്? ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ ലൈഫ് ലൈൻ യൂസ് ചെയ്യാനുള്ള അവസരമുണ്ട്, ബൈബിൾ നോക്കി പറയാനുള്ള അവസരമുണ്ട്. ലൈഫ് ലൈൻ എടുത്തോളൂ. വിശുദ്ധ ലൂക്ക തന്റെ സുവിശേഷം ആരംഭിക്കുന്നത് ആരെ അഭിസംബോധന ചെയ്തുകൊണ്ട്? അല്ലയോ ശ്രേഷ്ഠനായ തെയോഫിലിസ്, അല്ലയോ ശ്രേഷ്ഠനായ തെയോഫിലോസ്. കമ്പ്യൂട്ടർ പ്ലീസ്. തെയോഫിലോസ്. റൈറ്റ് ആൻസർ. ഗോൾഡൻ റൗണ്ടിൽ 2 ചോദ്യങ്ങളും കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് അമ്മച്ചിയുടെ മക്കൾ, കൊച്ചുമക്കൾ ആരെങ്കിലും പാട്ട് പാടുന്നവരുണ്ടോ? സാന്ദ്ര പാടും. നമ്മൾ സാന്ദ്രയുടെ ഒരു പാട്ട് കേട്ടിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നാഥ നിന്നെ കാണാൻ, നിൻ പാദങ്ങൾ പുൽകാൻ, നിൻ കൃപയിനഴമറിയാ. നാഥ നിന്നെ കാണാൻ, നിൻ പാദങ്ങൾ പുൽകാൻ, നിൻ കൃപയിനഴമറിയാ. നിഷ്ഫലമാം ജീവിതങ്ങളെല്ലാം നിസ്തുലമായി പൂവണിഞ്ഞിടാം. നിഷ്ഫലമാം ജീവൻ ദിവ്യമാരി പെയ്തിറങ്ങി നിസ്തുലമായി പൂവണിഞ്ഞിടാം. നാഥ നിന്നെ കാണാൻ, നിൻ പാദങ്ങൾ പുൽകാൻ, നിൻ കൃപയിനഴമറിയാ. നല്ല സ്വീറ്റ് വോയിസ് ആണ് മോളെ, നന്നായിട്ട് പാടി. താങ്ക് യു. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ റോസമ്മ സെബാസ്റ്റ്യനുള്ള 3ാമത്തെ ചോദ്യം. മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ അവളും സൃഷ്ടിക്കപ്പെടുന്നു. പ്രഭാഷകന്റെ പുസ്തകത്തിൽ എന്തിനെക്കുറിച്ചാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്? മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ അവളും സൃഷ്ടിക്കപ്പെടുന്നു. പ്രഭാഷകന്റെ പുസ്തകത്തിൽ എന്തിനെക്കുറിച്ചാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്? ഗോൾഡൻ റൗണ്ടിലെ 3ാമത്തെ ചോദ്യമാണ്. ആലോചിച്ച് ആൻസർ ചെയ്യും. പരിശുദ്ധാത്മാവ്. ഒന്നുകൂടി ആലോചിച്ചു. ജ്ഞാനം. ജ്ഞാനം. ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. ജ്ഞാനത്തെക്കുറിച്ച് റൈറ്റ് ആൻസർ. ആദ്യമേ അതാ ഓർമ്മ. ഇനി പരിശുദ്ധാത്മാവാണ് ചിന്തിച്ചത്. ആദ്യമേ ഞാൻ മനസ്സിലാന്നു. കർത്താവ് പറയിച്ചു. കർത്താവ് പറയിച്ചു. പറയിച്ചു. കർത്താവിന് നന്ദി. ഞാൻ പരിശുദ്ധാത്മാ പറയുന്നതൊന്നും പറയുന്നില്ല. പരിശുദ്ധാത്മാവോട് പറഞ്ഞോളെ. പരിശുദ്ധാത്മാവ് എന്റെ ഇത്രയെല്ലാം പറഞ്ഞിരുന്നു. പരിശുദ്ധാത്മാവാണ് എപ്പോഴും പറഞ്ഞത്. എനിക്കൊന്നും എന്നെ പഠിച്ചാൽ എന്റെ ബുദ്ധി തലയിലിരിക്കുകയില്ല. ഇല്ല. അത് പരിശുദ്ധാത്മാ പറഞ്ഞു, നീ എന്തേലും പറഞ്ഞ അവിടെ പറയും. ഞാൻ ഇവിടം വരെ വരാനേ ചോദിച്ചുള്ളൂ കർത്താവ്, ബാക്കി നീ ചെയ്തോളാം. ഞങ്ങൾ രണ്ടുപേരും വലിയൊരു ആഗ്രഹമായിരുന്നു ഇത് കണ്ടേച്ചേ. ഇന്നും കാണുന്നതിന് മുമ്പും കണ്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് കയറാനുള്ള കൃപ കർത്താവ് തരുമെന്ന്. പക്ഷേ ഇത് ആദ്യത്തെ ചോദിച്ചപ്പോ സിമ്പിളായിട്ട് കേട്ടപ്പോ ഞങ്ങൾ പറഞ്ഞ 1-2 കാണും, ഞാൻ കാണും. വരാൻ പറഞ്ഞ നമുക്കൊന്ന് SMS അയക്കാം. ആദ്യത്തെ ആഴ്ച കിട്ടിയില്ല, 2ാഴ്ച കിട്ടി എന്നാ പറഞ്ഞു. ഞാൻ പറയുന്ന മനുഷ്യൻ എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ പോകാം, നീ പറഞ്ഞാൽ. അത് കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങളങ്ങ് ചോദ്യം ചോദിക്കും, ഓരോ ആഴ്ചത്തെ ഇങ്ങനെ പഠിക്കും. അപ്പൊ ഞാൻ ബൈബിൾ വായിക്കാൻ പഠിക്കും. പിന്നെ ഞാൻ ഈ കൗൺസിലിനെ പോകുന്ന ബൈബിൾ കുറച്ച് വായിക്കുമ്പോൾ ലോഗോസ് പരീക്ഷയ്ക്ക് എല്ലാ വർഷം ചേരും. കുറച്ചപ്പോ ഒരു സുവിശേഷം ലേഖനത്തിലെ പഠിക്കുള്ളൂ. ഇതിപ്പം മുഴുവൻ സമ്പൂർണ്ണ ബൈബിൾ നല്ലപോലെ വായിക്കാനുള്ള ഒരു കൃപ കിട്ടി ഈ കഴിഞ്ഞ വർഷത്തിൽ. അത് ഏറ്റവും വലിയ എനിക്ക്.
ഈ പ്രോഗ്രാം കണ്ടോ? അതുകൊണ്ട് പിന്നെ ദൈവത്തോട് ചോദിച്ചു, ദൈവം തന്നു. ഈ കാരണയുടെ പക്ഷേ സ്വർഗത്തിൽ നിന്നൊരു ഗിറ്റാണ് ഞങ്ങൾ പറഞ്ഞോണ്ട് സ്വർഗത്തിൽ നിന്ന് കർത്താവ് കിട്ടുന്ന ഗിറ്റ ഞങ്ങൾക്ക്. അതുപോലെ തന്നെ ഇത് സംബന്ധിക്കുന്നതിന് മുമ്പേ 2 ആഴ്ച ഒരു സ്വപ്നം കണ്ടായിരുന്നു. സ്വപ്നം എങ്ങനെയാ? ഞാന് കാണുന്ന സ്വപ്നം, ഞങ്ങളുടെ ഇടവപ്പള്ളിയിലെ ഞങ്ങളുടെ വികാരിയച്ഛനെ വേമ എന്നുകൊണ്ട് ഇങ്ങനെ ഉറാലായിട്ടുണ്ട് പറയുന്നു, ഞങ്ങളുടെ പള്ളി നിറച്ച് ആളിരിക്കുക, 99 സങ്കീർത്തനം ചെല്ലാൻ പറഞ്ഞു. അപ്പം എല്ലാരും കൂടെ തുടങ്ങി. പകുതിയായപ്പോ എല്ലാരും നിന്നുപോയി. അപ്പൊ എന്റെയും തെറ്റി. അത് കഴിഞ്ഞ് ഞാൻ മാത്രം ആദ്യം തൊട്ട് തുടങ്ങി അവസാനം എത്തിച്ചു ചൊല്ലി. അപ്പൊ അത് ഞാൻ ഇങ്ങനെ കാണാൻ എന്താ ദൈവമേ ഇങ്ങനെ എന്ന് ഓർത്ത് ചിന്തിച്ച് പറഞ്ഞു. ഞങ്ങളുടെ പള്ളി ഞങ്ങളുടെ വിചാരിച്ചും ബൈബിള് കേൾക്കാൻ ചെയ്യുന്ന ആളാ. അപ്പൊ ഇതൊന്നും ആരും ഉൾക്കൊള്ളുന്നില്ലായിരിക്കും, അതിന് മനുഷ്യൻ മനസ്സിലാക്കുന്നില്ലായിരിക്കും എന്ന് ഓർത്ത് ഞാൻ അതിനെപ്പറ്റി കഴിഞ്ഞ 15 ദിവസം കഴിഞ്ഞ് എനിക്കിത് കിട്ടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവ് എന്നെ ഇതിനുവേണ്ടി ഒരുക്കിയതായിരിക്കും ചിലപ്പോൾ. എന്റെ ഹസ്ബൻഡിനോട് ഞങ്ങളോട് പറഞ്ഞു. പുള്ളിക്കായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം, ഇങ്ങനൊന്ന് വരണം, ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, നമ്മളെ ഇനി ഇരുത്തോടി എന്നൊക്കെ ചോദിച്ചതുകൊണ്ട് ഞാൻ പ്രായം പറഞ്ഞായിരുന്നു. അതുകൊണ്ട് വരാൻ പറ്റി. തീർച്ചയായിട്ടും അത് ദൈവത്തിന്റെ പദ്ധതി തന്നെ. ദൈവത്തിന്റെ പദ്ധതി ഞാൻ ഇപ്പോഴും പറയും. അദ്ദേഹത്തിന്റെ ആഗ്രഹവും അതെ. എത്ര നവീകരണത്തിലൊക്കെ പോകാൻ ഇങ്ങനെ കോമ്പറ്റീഷൻ വിടാനൊക്കെ വിളിക്കുമ്പോഴല്ല എന്റെ ഹസ്ബൻഡ് വീട്ടിൽ വിടുന്നത് തന്നെ ഒരു അനുഗ്രഹമല്ലേ, എല്ലാവരും വിടുകയല്ലോ. പിന്നെ പല സ്ഥലം വിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ മാത്രമേ പോകുന്നു, മാത്രമേ പോകുന്നുള്ളൂ. എത്രയോ എന്നെക്കാളും വിദ്യാഭ്യാസം കോളേജ് പഠിപ്പിക്കുന്നവരെയൊക്കെ തണുത്തപ്പോ ദൈവം തന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവല്ല, ഞാനും അല്ല, എനിക്കൊന്നും അറിയത്തില്ല. എനിക്ക് വെറും 7ാം ക്ലാസ് മാത്രമേ പഠിത്തമുള്ളൂ. അപ്പൊ ദൈവം എന്നിലുള്ളതുകൊണ്ട് വിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുന്നുണ്ട്. ഇത്ര വചനം പഠിക്കും. പിന്നെ എന്റെ ജീവിതത്തിൽ ഒന്നും വേറെ വായിക്കില്ല. ബൈബിളും സാലോം പേപ്പറ് ടിവിയിലെ നേരത്തെ സീരിയലൊക്കെ ഒന്നാമത്തെ ആളാണ്. എല്ലാം മാറ്റി കളഞ്ഞിട്ടിപ്പം അല്പ വാർത്ത മാത്രമേ, പിന്നെ സാലോം കുർദൂസ് ഇത് മാത്രമേ കാണുള്ളൂ ഞങ്ങൾ രണ്ടുപേരും, വേറെ ഒന്നുമില്ല. പിന്നെ പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഏറ്റവും വലുത്. ഇടവയിലുണ്ട്, ഒരു ഗ്രൂപ്പുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട്. പിന്നെ രാത്രിയിലെ 3 വർഷത്തോളം ആവേമരിയായി കുർദൂസ് അവിടെ ഞങ്ങളായിരുന്നു മധ്യസ്ഥ പ്രാർത്ഥന, രാത്രി മുഴുവൻ വിളക്കോളം. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത് പെരുന്നാളിലേക്ക് പോയി കഴിഞ്ഞ് പിന്നെ കുർദൂസിലോട്ട് മാറി. അവിടെ ഇപ്പം 5-6 വർഷമായിട്ട് അവിടെയായിരുന്നു. പക്ഷെ ഇപ്പം ഹസ്ബൻഡിനെ ഇട്ടിട്ട് പോകത്തില്ല, ഹാർട്ട് പ്രശ്നമുള്ളൂ. അപ്പൊ ഞങ്ങളില്ലാത്തതുകൊണ്ടായിരുന്നു തന്നെ പോവുകയില്ല. രാത്രി വെളുക്കോളം കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കും. ദൈവത്തിനൊക്കെ വലിയ കൃപയില്ലേ. അപ്പൊ ലോകം മുഴുവന് വേണ്ടിയും പ്രാർത്ഥിക്കാം. പിന്നെ അനേക മക്കളെ ഇതിലേക്ക് കൊണ്ടുവന്ന് അനേക മക്കളെ പ്രാർത്ഥിച്ച് രക്ഷപ്പെടുത്തി. മക്കളില്ലാത്തവർക്ക് പ്രാർത്ഥിക്കും, മക്കളുണ്ടായിട്ടുണ്ട്. ജയിക്കാത്തവർക്ക്, പിന്നെ കല്യാണക്കാത്തവർക്ക്, അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് ഒത്തിരി ദൈവം അനുഗ്രഹങ്ങളിൽ കൂടി ചെയ്തിട്ടുണ്ട്. അപ്പൊ നാടിന് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ വരത്തോടുകൂടി ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കുടുംബം. രണ്ടുപേരും അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിനെ പറ്റി ആഗ്രഹമില്ല. ഒരു എങ്ങനെയെങ്കിലും മദ്യപാനമൊക്കെ ഉള്ളവരെ വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും അത് അച്ഛൻ അനുവദിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കും. അവരെ ധ്യാനത്തിനോടും ധ്യാനത്തിന് പോകാൻ പറയുമ്പോൾ പറയും പൈസ എന്ന് പറയും, ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കും. അപ്പൊ ഞങ്ങൾ ആരും ഇല്ലാത്തവരോട് മേടിക്കും. ചിലരെയൊക്കെ സ്ഥലം വിൽക്കുന്നില്ല പറഞ്ഞു തരും. അപ്പൊ ഞാൻ പറയും സ്ഥലം വിൽക്കാൻ ഒരാൾക്ക് ധ്യാനത്തിനുള്ള പൈസ കൊടുക്കണം പറയും. അങ്ങനെ തരും, അത് ഒരാൾക്ക് കൊടുക്കും. അങ്ങനെ ഒരു മത്സ്യം തിരിച്ച് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യും. പിന്നെ ഞങ്ങളുടെ ദശാംശം കൊടുക്കും. അപ്പൊ ഞാനിവിടെ ഇരിക്കുമ്പോൾ മുസ്ലിം വിജാതി മക്കളും എന്റെ അയലക്കത്തുള്ള എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മുസ്ലിം ഒരു വിജാതി വെച്ച് SMS ഞങ്ങൾക്ക് വേണ്ടി അയച്ചത്. ഞങ്ങൾക്ക് ഇത് SMS പോലും അയക്കാൻ അറിയില്ലായിരുന്നു. അപ്പം ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ്, വലിയ അനുഗ്രഹം. അങ്ങനെയാണ് അമ്മച്ചി ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാനതില് മേമ്പൊടിയായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം അമ്മച്ചിയുടെ എക്സ്പ്രഷനിലും സിൻസിയറിറ്റിയിലുമുണ്ട്. ഈ ഗോൾഡൻ റൗണ്ടിലെ 3ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള റോസമ്മ സെബാസ്റ്റ്യൻ അമ്മച്ചി ആക്റ്റീവായത്. ഇങ്ങനെ തന്നെ അടുത്ത റൗണ്ടുകളിലേക്ക് പോകട്ടെ. ഓക്കെ, മനസ്സിൽ തോന്നുന്നത് അതേപടി പറഞ്ഞു. അമ്മച്ചിയുടെ അനുഭവങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ്. അമ്മച്ചി ഇവിടെ എത്ര സ്കോർ ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയല്ല കൂടുതൽ പ്രേക്ഷകർ ഇരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കേട്ട് അതിൽ നിന്നും ഒരു സാരാംശം ഉൾക്കൊണ്ട് വീണ്ടും അവരവരുടെ ജീവിതം കൂടുതൽ വിലപ്പെട്ടതാക്കി തീർക്കാൻ വേണ്ടി കാണുന്ന പ്രേക്ഷകരുണ്ട്. അവർക്ക് വേണ്ടിയാണ് അമ്മച്ചിയെ ഈ സീറ്റിൽ നിന്ന് ദൈവം കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ റോസമ്മ സെബാസ്റ്റ്യനുള്ള 4ാമത്തെ ചോദ്യം. എന്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എനിക്കെതിരെ കുതികാലുയർത്തി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ആരെക്കുറിച്ചാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? എന്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എനിക്കെതിരെ കുതികാലുയർത്തി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ആരെക്കുറിച്ചാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? ആരായിരിക്കും? യൂദാസിനെ. ചോദിക്കട്ടെ.
കമ്പ്യൂട്ടർ പ്ലീസ്. യുദാസ് കറിയോത്തെ കുറിച്ച് റൈറ്റ് ആൻസർ. യോഹന്നാൻ 13:18 അപ്പോൾ ഗോൾഡൻ റൗണ്ടിലെ 4 ചോദ്യങ്ങളും കഴിഞ്ഞിരിക്കുന്നു. സ്കോർ അറിയണ്ടേ? ചോദിക്കാം ഷാലറ്റിനോട്. ഷാലറ്റ് പ്ലീസ്. ഹനാൻഡേഷൻ സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ റോസമ്മ സെബാസ്റ്റ്യനുള്ള പോയിന്റ്സ്. ഫോർ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10 points. സെക്കൻഡ് ക്വസ്റ്റ്യന് ലൈഫ് ലൈൻ ഉപയോഗിച്ചിരുന്നു, സോ 5 points. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ 10 points. ആൻഡ് ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ദി ഗോൾഡൻ ക്വസ്റ്റ്യൻ, 10 points. ആൻഡ് ടോട്ടൽ ഗോൾഡൻ റൗണ്ടിൽ റോസമ്മ സെബാസ്റ്റ്യന് ലഭിക്കുന്ന പോയിന്റ്സ് 35 points. സിൽവർ റൗണ്ടിൽ 50 points. ഇതുവരെയുള്ള റോസമ്മ സെബാസ്റ്റ്യന്റെ പോയിന്റ് നില 85 points. 85. ആദ്യത്തെ 2 റൗണ്ടുകൾ കഴിയുമ്പോൾ ഇനിയും ഒരു റൗണ്ട് കൂടി പോകാം. കാനാൻഡേസം സീസൺ 2 ദ തേർഡ് റൗണ്ട്, ഡയമണ്ട് റൗണ്ട്. അമ്മച്ചി, ഏറ്റവും വിലയേറിയ റൗണ്ട് അറിയാലോ, കാനാൻഡേസം സീസൺ 2 ഡയമണ്ട് റൗണ്ട്. അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇവിടെ 4 ചോദ്യങ്ങളാണ്. അവിടെ കൂടെ വന്നിരിക്കുന്ന ഹസ്ബൻഡിന്റെയും മകളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ സഹായം ചോദിച്ച് വേണമെങ്കിൽ ആൻസർ ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഓരോ ചോദ്യത്തിനും 10 points ആണ് ലഭിക്കുക. മറിച്ച് ക്വസ്റ്റ്യൻ തുടങ്ങുന്നതിന് മുമ്പ് അമ്മച്ചി എടുക്കുന്ന തീരുമാനം, ഈ 4 ചോദ്യങ്ങളും ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഫേസ് ചെയ്യാം എന്ന തീരുമാനം എടുക്കുന്നിടത്ത് ഇവിടെ ഡയമണ്ട് റൗണ്ടായി മാറുകയാണ്. ആദ്യത്തെ ചോദ്യത്തിന് 20, രണ്ടാമത്തെ ചോദ്യത്തിന് 40, മൂന്നാമത്തെ ചോദ്യത്തിന് 80, നാലാമത്തെ ചോദ്യത്തിന് 160, അങ്ങനെ ടോട്ടൽ 300 പോയിന്റ് നമുക്ക് കരസ്ഥമാക്കാം. എന്ത് തീരുമാനിക്കുന്നു? തന്നെ പോ. ദൈവം കൂടെ ഉണ്ടല്ലോ, പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്താണല്ലേ. പോകാം ആദ്യത്തെ ചോദ്യത്തിലേക്ക്. കാനാൻഡേസം സീസൺ 2 ബൈബിൾ റിയാലിറ്റി ഷോയിൽ ഡയമണ്ട് റൗണ്ടിൽ റോസമ്മ സെബാസ്റ്റ്യനുള്ള ആദ്യത്തെ ചോദ്യം. മുന്തിരിത്തോട്ടം വച്ചുപിടിപ്പിച്ച് ഭൂമിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയത് ആരാണ്? മുന്തിരിത്തോട്ടം വച്ചുപിടിപ്പിച്ച് ഭൂമിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയത് ആരാണ്? ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാം. നോഹ. ഉറപ്പാണോ? ഡയമണ്ട് റൗണ്ടിലെ ആദ്യത്തെ ചോദ്യമാണ്, അതൊന്നും നമുക്ക് പ്രശ്നമല്ല. ഉറപ്പാണ്. ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. നോഹ റൈറ്റ് ആൻസർ. 39. അമ്മച്ചി കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ ഞാനിവിടെ വരണം എന്ന് ആഗ്രഹിച്ചു, പക്ഷെ ഇവിടെ എത്തിച്ചത് ഞാൻ മുമ്പേ പറഞ്ഞത് കുറച്ചുകൂടെ തിരുത്തുകയാണ്. ഇവിടെ ആൻസർ ചെയ്യാനും കൂടിയാണ് ദൈവം തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാം വളരെ കൂളായിട്ട്. 7ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയുന്ന എളിമ, അതിനു മുമ്പിൽ ദൈവവും പരിശുദ്ധാത്മാവും വന്നു കഴിയുമ്പോൾ 7ാം ക്ലാസ് എവിടെയോ എത്തിക്കുന്ന മഹാ അത്ഭുതം. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് അപ്പച്ചന്റെ അടുത്തേക്ക് ഒന്നുകൂടെ പോകാം. അപ്പോൾ ഇപ്പോൾ ഒത്തിരി പേരെ ധ്യാനകേന്ദ്രത്തിലേക്ക് പറഞ്ഞു വിടുന്നു എന്ന് പറഞ്ഞു. പഴയ പോലത്തെ ഒരു ഒഴുക്കുണ്ടോ ഇപ്പോൾ? അതായത് പണ്ടൊക്കെ ധ്യാനകേന്ദ്രങ്ങൾ നിറഞ്ഞു കവിഞ്ഞ് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ ആൾക്കാർ കുറച്ച് മടിക്കുന്നുണ്ടോ? ഇപ്പം ധ്യാനമന്ദിരങ്ങളിലേക്ക് ആളുകളെ കിട്ടാൻ വളരെ പ്രയാസമാണ്. അതിന് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം സുഹൃത്തുക്കൾ ഞങ്ങളെ സമീപിച്ച് പറയും, ഇന്നേടത്ത് ഇന്ന ആളുകൾക്ക് ഇന്ന പോലെ ഒന്നേ രോഗം അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ആ വീട്ടിൽ പോയി പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്തെങ്കിലും ഒരു അടയാളം, അവരെ സംബന്ധിച്ചൊരു അടയാളം കാണിക്കും. അത് പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കുമ്പോൾ അവര് ഈ മസില് പിടിച്ച് നിൽക്കുന്നവർ വരെ ധ്യാനമനസ്സിലേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പം വളരെ കുറച്ച് ആളുകളെ കിട്ടാനുള്ളൂ. ഇങ്ങനെ പോയി പ്രാർത്ഥിച്ച് ഓരോ കുടുംബങ്ങളിലും പോയി പ്രാർത്ഥിച്ചാണ് ആളുകളെ ഇപ്പോൾ ധ്യാനമന്ദിരങ്ങളിലേക്ക് അയക്കുന്നത്. തീർച്ചയായിട്ടും അതിന്റെ പുറകിൽ ഇപ്പോൾ ഒരു പ്രയത്നമുണ്ട്. നേരത്തെ എന്തായിരിക്കും അങ്ങനെ ഇപ്പോൾ ആൾക്കാർ അധികം ധ്യാനമന്ദിരത്തിലേക്ക് വരാതിരിക്കാനുള്ള ഒരു കാരണം എന്തായിരിക്കും? അങ്ങനെ വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ?
കൂടുതലായിട്ടും ധ്യാനം കൂടാത്തൊരു കുറവാണ്. പിന്നെ ഈ കയ്യിലിരിപ്പ് കളയാൻ കഴിയല. എന്നാൽ മദ്യപാനം അല്ലെങ്കിൽ എന്തെങ്കിലും ദുശീലങ്ങൾ കാണും. ധ്യാനത്തിന് പോയേച്ച് വന്നാൽ അത് ആവർത്തിക്കാൻ സാധിക്കുകയല്ലോ. ഓക്കെ, മറ്റുള്ളവരുടെ മുൻപിൽ എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു ഇതാണ് ചിന്ത. അല്ലെ ബ്ലേഡ് പലിശയ്ക്ക് പിന്നെ പണം കൊടുക്കുന്നവരായിരിക്കും. ധ്യാനം കൂടിയേച്ച് വന്നാൽ അത് സാധിക്കുകയല്ലോ. തീർച്ചയായിട്ടും അവനവന്റെ പ്രവൃത്തി ദുഷ്പ്രവൃത്തികൾ മാറ്റാതിരിക്കുക ഉള്ള അതുകൊണ്ടാണ് ആളുകൾ വരാത്തത്. അതെ അതെ അതെ. ഒരു പോയിന്റ്, അതായത് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും നമ്മുടെ ജനറേഷനിലുള്ള ആൾക്കാർ പലരും 1, 2, 5, 6 ധ്യാനങ്ങൾ കൂടിയവരുമുണ്ട്. സോ അതുകൊണ്ടും കുറച്ച് പേരിപ്പം കുറയുന്നുണ്ട് ധ്യാന കേന്ദ്രങ്ങളിലേക്ക് ആൾക്കാർ, അല്ലെ? അതും ഒരു കാരണമായിരിക്കാം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ റോസമ്മ സെബാസ്റ്റ്യനുള്ള രണ്ടാമത്തെ ചോദ്യം. നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. വെളിപാട് പുസ്തകത്തിൽ ആരോടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? ഞാൻ ഒന്നുകൂടെ വായിക്കാം. നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. വെളിപാട് പുസ്തകത്തിൽ ആരോടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? ഡയമണ്ട് റൗണ്ടാണ്, ആലോചിച്ച് ആൻസർ ചെയ്താൽ മതി. വിശുദ്ധ യോഹന്നാനോട്. വിശുദ്ധ യോഹന്നാനോട്. ഉറപ്പാണോ? ഉറപ്പാണ്. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. വിശുദ്ധ യോഹന്നാനോട് റൈറ്റ് ആൻസർ. ഡയമണ്ട് റൗണ്ടിൽ 2 ചോദ്യങ്ങൾ കഴിയുമ്പോൾ അമ്മച്ചി ഇങ്ങനെ സ്റ്റഡിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചുമക്കളുടെ പ്രാർത്ഥനയോടൊപ്പം പ്രിയപ്പെട്ടവരുടെയും അമ്മച്ചി അറിഞ്ഞോ അറിയാതെയോ സഹായം ചെയ്ത എത്രയോ സുമനസ്സുകളുടെ നന്ദി. പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും അവരുടെ നന്ദി മതി, അല്ലെ? അവരുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഓർത്താൽ മതി, അതും പ്രാർത്ഥനയാണ്. അതൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. ഹസ്ബൻഡിന്റെ അനിയന്റെ മകൻ അടുത്ത ഡിസംബറില് ഡീക്കൻ പുത്തൻ കുർബാനയില്ലും. പേര് ഡിഷോ. പിന്നെ മകളുടെ ചേട്ടൻ വളയത്തിൽ തോമസ്, അമേരിക്കയിൽ ഇപ്പം അച്ഛനായിട്ടിരിക്കുക. അച്ഛനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരി പേരുടെ പ്രാർത്ഥനയായിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലേ? പിന്നെ ഒത്തിരി അച്ഛന്മാരെ ഞാൻ പരിചയമുള്ളവരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ആദ്യം നവീകരണത്തിൽ കൊണ്ട് എന്നെ വളർത്തിയത് അബ്രഹാം കടിക്കുഴിച്ച അച്ഛനൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മച്ചിയെ ഒരു തവണ പരിചയപ്പെടുന്ന ആരും അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ എന്നെ ഒത്തിരി കൗൺസിലിംഗ് എടുത്ത് പിള്ളേര് ഫോണികളെ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി. ഇങ്ങനെ അവരൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു ദൈവകൃപ തന്നു, അവരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക്. ഇനി മുതൽ ഞാനും ഉണ്ടാവും. അപ്പോൾ പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ റോസമ്മ സെബാസ്റ്റ്യനുള്ള മൂന്നാമത്തെ ചോദ്യം. റഹോബോവാമിന്റെ പിതാവ് ആര്? റഹോബോവാമിന്റെ പിതാവ് ആര്? വിലയേറിയ ക്വസ്റ്റ്യനാണ്. ഡയമണ്ട് റൗണ്ടിൽ മൂന്നാമത്തെ ചോദ്യം. അതെ, ഒന്നുകൂടെ ആലോചിച്ചു. റഹോബോവാമിന്റെ പിതാവ്. നീതിനിഷ്ഠനായിരുന്നു. യെരമിയ. ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. സോളമൻ ആണ് റൈറ്റ് ആൻസർ. ഞാൻ ഓർത്തു അവസാന നിമിഷം അമ്മച്ചിയുടെ നാവിൽ അതെത്തും എന്നാണ് വിചാരിച്ചത്.
ഡയമണ്ട് റൗണ്ടിൽ മൂന്നാമത്തെ ചോദ്യം. കുഴപ്പമില്ല. 1 രാജാക്കന്മാർ 11:43 ഈ ഭാഗം പറയുന്നത്. സോളമൻ ആണ് ശരിയായ ആൻസർ. വന്നില്ല അല്ലെ മനസ്സിൽ? ഓർമ്മ വന്നില്ല. കുഴപ്പമില്ല. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അമ്മച്ചിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. ഡയമണ്ട് റൗണ്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ എപ്പിസോഡിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. റെഡി? കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ റോസമ്മ സെബാസ്റ്റ്യനുള്ള 4ാമത്തെ ചോദ്യം. ഇന്നത്തെ ജെറുസലേമിന്റെ പ്രതീകം എന്ന് ഗലാത്യക്കാർക്കുള്ള ലേഖനത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? ഇന്നത്തെ ജെറുസലേമിന്റെ പ്രതീകം എന്ന് ഗലാത്യക്കാർക്കുള്ള ലേഖനത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? ഇന്നത്തെ ജെറുസലേമിന്റെ പ്രതീകം എന്ന് ഗലാത്യക്കാർക്കുള്ള ലേഖനത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? ആരെയാണ്? യേശുവിനെ. സോളമനെ. ക്രിസ്തുവിനെ. ഏതാണ് ഞാൻ ഉറപ്പിക്കുന്നത്? പറഞ്ഞോളൂ. ഏതാണ്? ക്രിസ്തുവിനെ. കമ്പ്യൂട്ടർ പ്ലീസ്. ഹാഗാറിനെ ആണ് റൈറ്റ് ആൻസർ. ക്രിസ്തുവിനെയാണെന്ന് പറഞ്ഞത് 1 സോളമൻ. റൈറ്റ് ആൻസർ ഈസ് ഹാഗാർ. ഹാഗാറിനെയാണ്. ഗലാത്യ 4:25 ഭാഗം പറയുന്നത്. ഓർമ്മ വന്നില്ല. ഇറ്റ്സ് ഓക്കെ. പാർട്ട് ഓഫ് ദ ഗെയിം. റെഡി? സ്കോർ അറിയാം. ഫൈനൽ സ്കോർ ചോദിക്കാം ഷാലറ്റിനോട് പോയിന്റ് ബാങ്കിൽ. ഷാലറ്റ് പ്ലീസ്. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ റോസമ്മ സെബാസ്റ്റ്യനുള്ള പോയിന്റ്സ്. For the first question, 20 points. Second question, 40 points. And third question, പറഞ്ഞിരുന്ന ഉത്തരം തെറ്റായിരുന്നു. So no points. And the last question, that is the diamond questionും no points. അടുത്തടുത്ത 2 ആൻസേഴ്സ് തെറ്റിപ്പോയതുകൊണ്ട് 10 points മൈനസ് ആവുന്നതാണ്. So 10 points minus. And diamond റൗണ്ടിൽ റോസമ്മ സെബാസ്റ്റ്യൻ ലഭിക്കുന്ന ടോട്ടൽ പോയിന്റ്സ് 50 points. Silver റൗണ്ടിൽ 50 points. Golden roundil 35 points. The grand total is 135 points. And congratulations, Rosamma Sebastian. കാനാൻ ദേശം സീസൺ 2 വിജയിയെ കാത്തിരിക്കുന്നത് യൂറോപ്പിലേക്കൊരു തീർത്ഥയാത്ര. നിങ്ങൾക്കും ഈ തീർത്ഥയാത്രയിൽ പങ്കെടുക്കാം. വിശദ വിവരങ്ങൾക്ക് 9744155533. Pilgrimage conducted by Your Smart Travel, Ernakulam. 135. കുഴപ്പമില്ല അല്ലേ? സന്തോഷം. ഇവിടെ ഇരിക്കണമെന്നേ ആഗ്രഹിച്ചുള്ളൂ. അപ്പോൾ റോസമ്മ സെബാസ്റ്റ്യൻ എന്ന അമ്മച്ചിയെ പരിചയപ്പെട്ടതിൽ എത്രയോ പ്രേക്ഷകരാണ് ഇന്ന് അമ്മച്ചിയെ പരിചയപ്പെട്ടത്. അമ്മച്ചിയുടെ അപ്പച്ചന്റെയും സാധാരണ വാർദ്ധക്യകാലം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വയസ്സായി എന്ന് പറഞ്ഞ് വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ഒത്തിരി വാർദ്ധക്യങ്ങൾക്ക് ഒരു പ്രചോദനമാണ് നിങ്ങളുടെ ജീവിതം. അതാണ് ഇന്നത്തെ നിങ്ങളുടെ സാക്ഷ്യം. ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ട്, ഏറ്റവും സമൂഹത്തിന് ഇപ്പൊ വേണ്ട രീതിയിൽ ജീവിക്കുന്ന 2 അല്ലേ? അതാണ് നിങ്ങൾ ഇന്ന് കൊടുത്ത മെസ്സേജിൽ ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്. ഇത് കാണുന്ന അത്രയും പ്രേക്ഷകർക്ക്, എത്രയും ഇപ്പൊ വീടുകളിൽ വയസ്സായി എന്ന് പറഞ്ഞ് മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുന്നവർക്കൊക്കെ ഒരു പ്രചോദനമാവട്ടെ അമ്മച്ചിയുടെ ഇന്നത്തെ ഇവിടുത്തെ അപ്പിയറൻസ്. ഒത്തിരി സന്തോഷം അമ്മച്ചിയെയും അപ്പച്ചനെയും ഫാമിലിയും പരിചയപ്പെട്ടതിന്. കാനാൻ ദേശം സീസൺ 2
സന്തോഷത്തോടെ സ്നേഹത്തോടെ നൽകുന്ന ഒരു മെമന്റോയും സർട്ടിഫിക്കറ്റുമുണ്ട്. പ്ലീസ്. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വണ്ടൻപതാൽ എന്ന സ്ഥലത്തു നിന്നും വന്ന റോസമ്മ സെബാസ്റ്റ്യനുമായിട്ടുള്ള കാനാൻ ദേശം സീസൺ 2 ഈ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്തയാഴ്ച പുതിയ മത്സരാർത്ഥിയുമായി ഞങ്ങൾ വരുന്നതാണ്. ടിൽ ദെൻ ഗുഡ് ബൈ. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. പറ്റി ഞാൻ എന്താ പറയാ, അവൻ നല്ലൊരു മോനാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്നൊരു മനസ്സും അവനുണ്ട്. പരിശുദ്ധ അമ്മ എപ്പോഴും കൂടെയുണ്ട്. എന്ത് പ്രാർത്ഥിച്ചാലും അമ്മ നടത്തി തരാറുണ്ട്. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ കോളത്തിനുള്ള 4ാമത്തെ ചോദ്യം. ദാരിദ്ര്യത്തിന്റെ മാതാവ് എന്താണെന്നാണ് തോബിത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത്? ഗോൾഡൻ റൗണ്ടിൽ 4ാമത്തെ ചോദ്യം. അലസത. ചോദിക്കാമോ? കമ്പ്യൂട്ടർ പ്ലീസ്.